നമുക്ക് പഠിക്കാൻ വേണ്ടി ഏറ്റവും ഒരു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് ഷേപ്പ് ഇന്റർഫേസ്. പേരെന്ന് പറയുന്ന ഷേപ്പ് ഇന്റർഫേസ് ആണ്. സാധാരണ നമ്മൾ ഒരു ക്ലാസ് എങ്ങനെയാണ് എഴുതുന്നത്? ക്ലാസ് നെയിം എന്നല്ലേ പറഞ്ഞ് എഴുതുന്നത്. ഇന്റർഫേസും അതേപോലെയുള്ള ഒരു സാധനമാണ് ഇന്റർഫേസ് നെയിം. ഇന്റർഫേസ് നെയിം എന്ന് പറഞ്ഞാണ് നമ്മൾ എഴുതുന്നത്. ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു കീവേഡ് ആണ്. അത് എന്താ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാനാണെങ്കിൽ ഇന്റർഫേസ് ഷേപ്പ് ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർഫേസിന്റെ പേരാണ് ഷേപ്പ് ഇന്റർഫേസ്. ഓക്കെ, ഞാൻ എന്നിട്ട് സാധാരണ ഒരു ക്ലാസ്സിനകത്ത് ഞാനിപ്പോൾ ഒരു വേരിയബിൾ ഇങ്ങനെ എഴുതി, ഇൻറ്റ് എ എന്ന് പറഞ്ഞ വേരിയബിൾ എഴുതി. ദെൻ ആ വേരിയബിളിന്റെ പ്രത്യേകത എന്താണ്? ആ വേരിയബിൾ ആക്സസ് സ്പെസിഫയർ എന്താണ്? അതിന്റെ ആക്സസ് സ്പെസിഫയർ എന്താണ്? ആക്സസ് സ്പെസിഫയർ എന്ന് പറയുന്നത് മിക്കവാറും നമ്മൾ അത് നാളെ പഠിക്കും. അതിന്റെ ഡിഫോൾട്ട് ആക്സസ് സ്പെസിഫയർ ആണ് ഈ എ എന്ന് പറയുന്ന ഒരു വേരിയബിളിന്. ഓക്കെ, ഡിഫോൾട്ട് 4 ആക്സസ് സ്പെസിഫയർ ആണ് നമുക്കുള്ളത്. പ്രൈവറ്റ്, ഡിഫോൾട്ട്, പബ്ലിക്, പ്രൊട്ടക്റ്റ്. അതിനകത്ത് ഞാൻ ഒന്നും എഴുതിയില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? അതൊരു ഡിഫോൾട്ട് ആക്സസ് സ്പെസിഫയർ ആണ് വരുന്നത്. ഡിഫോൾട്ട് ആക്സസ് സ്പെസിഫയർ അല്ലെങ്കിൽ നോ സ്പെസിഫയർ എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷന് പറയാറുണ്ട്. ചില ടെക്സ്റ്റിനകത്ത് നോ സ്പെസിഫയർ എന്നായിരിക്കും അതിനെ ഡിഫോൾട്ടിനെ പറയുന്നത്. ഓക്കെ, ശരി. ഇനി ഇത് സാധാരണ ഒരു ക്ലാസ്സിലാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എ എന്ന് പറഞ്ഞ് ഒരു വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ആക്സസ് സ്പെസിഫയർ ഇൻറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആക്സസ് സ്പെസിഫയർ എന്താണ്? നോ സ്പെസിഫയർ ആണ്. ഇനി ഞാനിപ്പോ ഇതിന്റെ അകത്ത് ഫ്ലോട്ട് പൈ ഈക്വൽ ടു 3.14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡബിൾ പൈ ഈക്വൽ ടു 3.14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരിക്കും? അതായത് സാധാരണ ഒരു മെമ്പർ വേരിയബിളിന്റെ ഇന്റർഫേസിനകത്ത് ഒരു മെമ്പർ വേരിയബിളിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. മെമ്പർ വേരിയബിൾസിന്റെ പ്രോപ്പർട്ടീസ് അത് ഫൈനൽ ആയിരിക്കും, പബ്ലിക് ആയിരിക്കും, സ്റ്റാറ്റിക് ആയിരിക്കും. ഈ 3 പ്രോപ്പർട്ടിയാണുള്ളത്. ഓക്കെ, അപ്പോൾ പൈ എന്ന് പറയുന്ന വേരിയബിൾ ഡബിൾ പൈ 3.14 എന്ന് പറഞ്ഞ് ഞാൻ ചുമ്മാ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇന്റേണലി എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? പബ്ലിക്, സ്റ്റാറ്റിക്, ഫൈനൽ, ഡബിൾ പൈ ഈക്വൽ ടു 3.14 എന്നായിരിക്കും എഴുതുന്നത്. അപ്പോൾ ഒരു മെമ്പർ വേരിയബിൾ, അതായത് ഇന്റർഫേസിനകത്തുള്ള ഒരു മെമ്പർ വേരിയബിളിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരിക്കും? പബ്ലിക് ആയിരിക്കും, സ്റ്റാറ്റിക് ആയിരിക്കും, ഫൈനൽ ആയിരിക്കും. പക്ഷേ ഒരു ക്ലാസിന്റെ അകത്തുള്ള ഒരു മെമ്പർ വേരിയബിൾ എന്ത് വേണമെങ്കിലും ആയിക്കൂടായിരുന്നോ? പ്രൈവറ്റ് ആകാം, വേണമെങ്കിൽ പബ്ലിക് ആവാം, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആവാം, നോ ആക്സസ് സ്പെസിഫയർ ആവാം, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആകാം, ഫൈനൽ ആകാം, എന്ത് വേണമെങ്കിലും ആവാമായിരുന്നു. പക്ഷേ ഇന്റർഫേസിനകത്ത് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? അത് പബ്ലിക് ആയിരിക്കും, സ്റ്റാറ്റിക് ആയിരിക്കും, ഫൈനൽ ആയിരിക്കും. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി, നെക്സ്റ്റ് വൺ. ഞാനൊരു മെമ്പർ ഫംഗ്ഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഓൾവേസ് പബ്ലിക് ആൻഡ് അബ്സ്ട്രാക്റ്റ്. പബ്ലിക്കും അബ്സ്ട്രാക്റ്റും ആയിരിക്കണം. എന്താണ്? ഞാനിപ്പോൾ ഓയിഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു എഴുതി, അല്ലെങ്കിൽ ഓയിഡ് ഏരിയ എന്ന് പറഞ്ഞു എഴുതി, എങ്കിൽ അതിന്റെ ഡെഫിനിഷൻ ഞാൻ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓയിഡ് ഏരിയ എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ ഞാൻ എഴുതേണ്ട ആവശ്യമില്ല. അത് എന്ത് തന്നെയായിരിക്കും? അത് പബ്ലിക്കും ആയിരിക്കും ആൻഡ് അബ്സ്ട്രാക്റ്റീവ് ആയിരിക്കും. ഇനി ജാവ, കറണ്ട് വെർഷൻ ഓഫ് ജാവ എന്ന് പറയുന്നത് ജാവ 9 ആണ്. ജാവ വെർഷൻ 9 ആണ്. ജാവ വെർഷൻ 9ന്റെ അകത്ത്, ഓക്കെ, ജാവ വെർഷൻ 9ന്റെ അകത്ത്, കറണ്ട് വെർഷന്റെ അകത്ത് ഈ പബ്ലിക് മെമ്പർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? അത് സ്റ്റാറ്റിക്കും കൂടെ ആയിരിക്കും. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് ഫംഗ്ഷൻ. അപ്പോൾ അത് 9 വെർഷന് എബോവ് ഉള്ളൂ. 9 or 8 or എബോയ്ക്കാണ്. ഓക്കെ, 8 or എബോവ് ആണ് എന്നുണ്ടെങ്കിൽ
8 or above ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർട്ടിയും കൂടെ വരും, അത് സ്റ്റാറ്റിക് ഫംഗ്ഷൻ കൂടെ ആയിരിക്കും. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഒരു ഇന്റർഫേസിനകത്ത് ഒരു ക്ലാസ്സിനകത്തും മെമ്പർ വേരിയബിളും ഉണ്ട്, മെമ്പർ ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ ക്ലാസ്സും ഇന്റർഫേസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. ഇന്റർഫേസിനകത്ത് ഞാനൊരു മെമ്പർ വേരിയബിൾ എഴുതി കഴിഞ്ഞാൽ അതിന് എന്തൊക്കെയായിരിക്കും പ്രോപ്പർട്ടീസ്? ഫൈനൽ ആയിരിക്കും, പബ്ലിക് ആയിരിക്കും, സ്റ്റാറ്റിക് ആയിരിക്കും. മെമ്പർ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തായിരിക്കും? പബ്ലിക് ആയിരിക്കും, അബ്സ്ട്രാക്റ്റ് ആയിരിക്കും. അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ ഞാൻ എഴുതണ്ട, ജസ്റ്റ് അതിന്റെ പ്രോട്ടോടൈപ്പ് മാത്രം ഞാൻ എഴുതിയാണ്, മെത്തേഡ് ബോഡി എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായോ? ഫൈനൽ എന്ന് പറയുന്നത് വൺസ് ഇറ്റ് ഈസ് ഇനിഷ്യലൈസ് വി കനോട്ട് ചേഞ്ച് ദി വാല്യൂ. പബ്ലിക് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ആക്സസ് ബൈ എനിവൺ. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് എ കോമൺ മെമ്മറി വിൽ ബി അലോക്കേറ്റഡ് ടു ഓൾ ദോസ് വേരിയബിൾസ്. ഓക്കെ, അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് വി ഡോണ്ട് വാണ്ട് ടു റൈറ്റ് ദി മെത്തേഡ് ബോഡി ഫോർ ദാറ്റ് ഫംഗ്ഷൻ. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ എന്താണ് ഇന്റർഫേസ് എന്ന് പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഇന്റർഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റർഫേസ് എന്ന് പറയുന്നത് നമുക്ക് ക്ലാസ് പോലെ തന്നെയാണ് ഇന്റർഫേസ് ഡിഫൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇന്റർഫേസ് സ്പേസ് ഇന്റർഫേസ് നെയിം ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ മെമ്പർ വേരിയബിൾസ് ആൻഡ് മെമ്പർ ഫംഗ്ഷൻ. പ്രോപ്പർട്ടീസ് ഓഫ് മെമ്പർ വേരിയബിൾസ് എന്ന് പറയുന്നത് എന്താണെന്ന് ഉള്ള കാര്യം അറിയാം. ഫൈനൽ ആയിരിക്കും, പബ്ലിക് ആയിരിക്കും, സ്റ്റാറ്റിക് ആയിരിക്കും മെമ്പർ വേരിയബിൾ. ഇനി എന്താണ്? വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് എ മെമ്പർ ഫംഗ്ഷൻ? പബ്ലിക് ആയിരിക്കും, അബ്സ്ട്രാക്റ്റ് ആയിരിക്കും. ഫോർ ജാവ 8 or above, the member function also have the property of static property കൂടെ അതിനുണ്ട്. Okay, what is the speciality of static function? Static function do not require an object to call. അതാണ് സ്റ്റാറ്റിക് ഫംഗ്ഷന്റെ പ്രത്യേകത. ഈ സ്റ്റാറ്റിക് എന്താണെന്നുള്ള കാര്യം മനസ്സിലായോ? ഫാദർ ചൈൽഡ് എന്ന് പറഞ്ഞൊരു റിലേഷൻ നമുക്കിവിടെ ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഈ ചൈൽഡിന് ആരൊക്കെ പ്രോപ്പർട്ടീസ് കാണും? ഫാദറിന്റെ പ്രോപ്പർട്ടിയും കാണും, മദറിന്റെ പ്രോപ്പർട്ടിയും കാണും. അപ്പോൾ ചൈൽഡ് എക്സ്റ്റെൻസ് ഫാദർ ആൻഡ് മദർ എന്നാണ് നോർമലി നമ്മൾ പറയുന്നത്. ചൈൽഡ് ഹാസ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ഫാദർ ആൻഡ് മദർ. അപ്പോൾ അതിനെ അങ്ങനത്തെ കാര്യങ്ങളിലെ നമ്മൾ വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്നാണ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ജാവ ഡസ് നോട്ട് സപ്പോർട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ആര് സപ്പോർട്ട് ചെയ്യുന്നില്ല? ജാവ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ we can build a model of ഞാൻ കുറച്ചും കൂടെ വലുതായിട്ട് എഴുതാം. We can build a model of multiple inheritance with the help of ഇന്റർഫേസിന്റെ ഒരു ഹെൽപ്പ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് മോഡൽ എന്ന് പറയുന്നത്? ഇപ്പൊ നോർമൽ കേസിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാദർ എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആയിരിക്കണം, മദർ എന്ന് പറയുന്നതും ഒരു ക്ലാസ് ആയിരിക്കണം, ചൈൽഡ് എന്ന് പറയുന്നതും ഒരു ക്ലാസ് ആയിരിക്കണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ? മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മോഡൽ എന്ന് പറയുന്നത്, മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? മദർ ക്ലാസ് ആയിരിക്കും, ഫാദർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇന്റർഫേസ് ആയിരിക്കും. അപ്പോൾ ഈ ചൈൽഡ് എന്ന് പറയുന്നത് ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഡിഫറൻസ്. മോഡൽ എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ഇരിക്കും, പക്ഷെ എല്ലാം ക്ലാസ് അല്ല. അവിടെ എന്താ വരുന്നത്? ഫാദർ എന്ന് പറയുന്നത് ഇന്റർഫേസും മദർ എന്ന് പറയുന്നത് ക്ലാസ് ആയിട്ടായിരിക്കും ഇന്റർഫേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് നോക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഷേപ്പ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. ഞാൻ പറയുന്ന ഫാദർ എന്ന് പറയുന്നത് ഒരു ഷേപ്പ് ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇന്റർഫേസ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ചൈൽഡ് എന്ന് പറയുന്ന ക്ലാസ് എന്ന് പറയുന്നത് സർക്കിൾ എന്ന് വിചാരിക്കും. അപ്പോൾ സർക്കിൾ ഈസ് എ ഷേപ്പ് which has property of shape interface.
അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഞാനൊരു ക്ലാസ് എഴുതുകയാണ്. ക്ലാസ് ഷേപ്പ് എന്നാണ് പേര്. ഷേപ്പ് ഡോട്ട് ജാവ, ക്ലാസ് ഷേപ്പ്. ഇതിൻ്റെ അകത്ത് നമുക്ക് അറിയാം എന്താണ് സർക്കിളിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? സർക്കിളിൻ്റെ അകത്ത് റേഡിയസ് കാണും അല്ലേ, റേഡിയസ്. അപ്പോൾ ഞാൻ 2 ഫംഗ്ഷൻ എഴുതുകയാണ്. എന്തൊക്കെയാണ് ഫംഗ്ഷൻ? void set radius int radius, this dot radius equal to radius. ഓക്കെ, എൻ്റെ ഫസ്റ്റ് ക്ലാസ് കാണാത്തവർ കണ്ടുകൊള്ളുക, എന്നാലേ ഇതിൻ്റെ കാര്യം മനസ്സിലാവുള്ളൂ ഇതെന്താണെന്നുള്ള കാര്യം. ഗെറ്റ് റേഡിയസ് that will return radius. ഓക്കെ, അപ്പോൾ ഷേപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കഴിഞ്ഞു. ഷേപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കഴിഞ്ഞു. ഇനി ഞാൻ ഷേപ്പ് ഇൻ്റർഫേസ് ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. എന്താണ്, ഞാൻ അതിനകത്ത് പൈ എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3.14 ആണ്. ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഒരു അബ്സ്ട്രാക്ട് ഫംഗ്ഷനും കൂടെ നമുക്ക് എഴുതാം. പബ്ലിക് അബ്സ്ട്രാക്ട് void പെരിമീറ്റർ, അത് ഒരു ഫംഗ്ഷനാണ്. ശരി, ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ക്ലാസ് എടുക്കും, വേറൊരു ക്ലാസ് എടുക്കും. ആ ക്ലാസ്സിൻ്റെ പേരെന്ന് പറയുന്നത്, അപ്പോൾ 3 ക്ലാസ് ആയിപ്പോൾ, ആ 3 ക്ലാസ്സിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ആ ക്ലാസ്സിൻ്റെ പേരെന്ന് പറയുന്നത് സർക്കിൾ എന്നാണ് ക്ലാസ്സിൻ്റെ പേര്. സർക്കിൾ ഡോട്ട് ജാവ. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ് എഴുതി സർക്കിൾ എന്ന് പറയുന്ന ഒരു ഷേപ്പ് അല്ലേ, സർക്കിൾ ഈസ് ഷേപ്പ്, സോ എക്സ്റ്റെൻസ് ഷേപ്പ്. ഇനി ഈ ഒരു സർക്കിളിൻ്റെ കൂടെ ഞാൻ ആരെയും കൂടെ കൊണ്ടുവരണം, എനിക്ക് ഇൻ്റർഫേസിനെയും കൂടെ കൊണ്ടുവരണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് ഇംപ്ലിമെന്റ്സ്. ഇംപ്ലിമെന്റ്സ് എന്താണ്, ഇൻ്റർഫേസിൻ്റെ പേര്, ഇൻ്റർഫേസ്, ഷേപ്പ് ഇൻ്റർഫേസ്. തീർന്നു. അപ്പോൾ ഞാൻ ഇംപ്ലിമെന്റ്സ് ഇൻ്റർഫേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ ഷേപ്പ് ഇൻ്റർഫേസിനകത്ത് 2 അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ഉണ്ട്. ആ 2 അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ്റെയും ഡെഫിനിഷൻ ഞാൻ എന്ത് ചെയ്തിരിക്കണം, ഇതിനകത്ത് എഴുതിയിരിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു അബ്സ്ട്രാക്ട് ക്ലാസിൻ്റെ അതേ പ്രോപ്പർട്ടിയാണ്. If there is an abstract function in an interface, there will be abstract function in interface. Then if somebody implements, then some class implements that interface, then that class should define the abstract function. അതായത് ഷേപ്പ് ഇൻ്റർഫേസിനകത്ത് എനിക്ക് 2 അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ഉണ്ട്. എന്തൊക്കെയാണ്, ഏരിയയും പെരിമീറ്ററും. ആ 2 കാര്യങ്ങളും എന്താണെന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കണം. ശരി, ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നു. void ഏരിയ. സർക്കിളിൻ്റെ ഏരിയ എന്താണ്, നമുക്കറിയാം πr² ആണ് അല്ലേ. ശരി, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഏരിയ ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു എന്താണ്, പൈ ഇൻറ്റു, ഈ പൈ എവിടെ നിന്ന് കിട്ടി എനിക്ക്, പൈ എന്ന് പറയുന്നത് എനിക്ക് ഷേപ്പ് ഇൻ്റർഫേസിനകത്ത് പൈയുടെ വാല്യൂ ഉണ്ട്. സോ അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കും. ഇനി എനിക്ക് എന്ത് വേണം, എനിക്ക് റേഡിയസ് കിട്ടണം. റേഡിയസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഗെറ്റ് റേഡിയസ് ഇൻറ്റു ഗെറ്റ് റേഡിയസ്. അപ്പോൾ എനിക്ക് റേഡിയസ് കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ എനിക്ക് എന്തും കൂടെ ഡിഫൈൻ ചെയ്യണം, എനിക്ക് പെരിമീറ്ററും കൂടെ ഡിഫൈൻ ചെയ്യണം. പെരിമീറ്റർ എന്താണ്, 2πr, 2 ഇൻറ്റു പൈ ഇൻറ്റു ഗെറ്റ് ആർ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, എനിക്ക് അവിടെ റേഡിയസും കിട്ടി, ഏരിയയും കിട്ടി, പെരിമീറ്ററും കിട്ടി. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ കാര്യം നോക്കുക. ഞാനൊരു ടെസ്റ്റ് ക്ലാസ് എഴുതുന്നു. ടെസ്റ്റ് ക്ലാസ് എടുത്തു. ടെസ്റ്റ് ക്ലാസ്സിനകത്ത് ഞാൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എഴുതുന്നു. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്റ്റാറ്റിക് സ്ട്രിംഗ് ഓർഗസ്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, സർക്കിളിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി.
സർക്കിളിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. സർക്കിളിനകത്ത് എന്തുണ്ട്? റേഡിയസ് ഉണ്ട്. റേഡിയസ് എനിക്ക് സെറ്റ് ചെയ്യണം. സെറ്റ് റേഡിയസ് ഞാൻ 10 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി എനിക്ക് ഏരിയയും പെരിമീറ്ററും പ്രിന്റ് ചെയ്യിക്കണം. എന്ത് ചെയ്താൽ മതി? സി ഡോട്ട് ഏരിയ ഫംഗ്ഷൻ വിളിക്കുക, സി ഡോട്ട് പെരിമീറ്റർ ഫംഗ്ഷൻ വിളിക്കുക. ഇത് രണ്ടും ഏരിയ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സർക്കിളിനകത്തില്ലേ? ഉണ്ട്. പെരിമീറ്റർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യം ഇതിനകത്തില്ലേ? ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ച് ഞാൻ ഏരിയയും പെരിമീറ്ററും സെറ്റ് ചെയ്യുന്നു. ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എക്സ്റ്റൻസ് മാറ്റിയില്ലല്ലേ? ഓക്കെ, ശരി. കുഴപ്പമൊന്നുമില്ല. സോറി, ജാവ ടെസ്റ്റ് നമ്മൾ 10 എന്നല്ലേ കൊടുത്തത്? ഇപ്പം 10 കൊടുക്കുമ്പോൾ 3.14 × 10 × 10 എന്ന് പറയുന്ന 340. സർക്കിളിൻ്റെ താഴെ ഞാൻ പെരിമീറ്റർ മാറ്റാൻ വിട്ടുപോയി. പെരിമീറ്റർ എന്ന് പറയുന്ന ഏരിയ അല്ല, പെരിമീറ്റർ ആണ്. ശരി, ഇത് നമുക്കൊന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് വരാം. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? ഒരു ഇൻ്റർഫേസ് എടുത്തു. ഇൻ്റർഫേസിനകത്ത് ഞാൻ എന്തൊക്കെ എഴുതി? ഒരു വേരിയബിൾ എഴുതി, പൈ എന്ന് പറഞ്ഞ വേരിയബിൾ എഴുതി. അതിൻ്റെ പ്രോപ്പർട്ടീസ് സ്റ്റാറ്റിക് ആയിരിക്കും, പബ്ലിക് ആയിരിക്കും, ഫൈനൽ ആയിരിക്കും. ഇനി 2 അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ എഴുതി. ഏതൊക്കെയാണ്? ഏരിയയും പെരിമീറ്ററും. ഇനി ഞാൻ ഷേപ്പ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ എടുത്തു, ഒരു ക്ലാസ് എടുത്തു. അതിനകത്ത് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? റേഡിയസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. 2 ഫംഗ്ഷൻ ഉണ്ട്, ഗെറ്റ് റേഡിയസും സെറ്റ് റേഡിയസും ഗെറ്റ് റേഡിയസും. ഇനി ഞാൻ എന്താ ചെയ്തത്? ഓക്കെ, അവിടെ ആരോ ഡൗട്ട് ചോദിച്ചു. ഇതാര്? ദിയാ തീർത്ത? ഇതൊക്കെ ആരുടെ? ഓക്കെ, അഡ്മിറ്റ് ചെയ്തില്ല. അടുത്ത ഞാൻ എന്ത് ചെയ്തു? അടുത്ത ഞാൻ സർക്കിളിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തു? സർക്കിളിനകത്ത് 2 അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഏരിയയും പെരിമീറ്ററും. ആ ഏരിയയും പെരിമീറ്ററും എഴുതി. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് ഇതായത്. ദാറ്റ് ഈസ് എക്സ്റ്റെൻസ് ഷേപ്പ് ആൻഡ് ഇംപ്ലിമെന്റ്സ് ഇന്റർഫേസ്. ഷേപ്പ് ഇന്റർഫേസ് എക്സ്റ്റെൻസ് ഒരു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് എന്ന് പറയുന്നത് എക്സ്റ്റെൻസും, ഒരു ഇന്റർഫേസ് ഒരു ക്ലാസ്സുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന കീവേഡ് എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ്സും ആണ്. അപ്പോൾ ഇതെന്ത് മോഡലായി? ഈ ഒരു മോഡലായില്ലേ? അതായത് ഒരു മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന്റെ ഒരു മോഡലായില്ലേ? അതാണ് ചോദ്യം. ഫസ്റ്റ് ചോദ്യം ഇതാണ്. എന്താണ്? വെദർ ജാവ സപ്പോർട്ട്സ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഓർ നോട്ട്. എന്താണ് ആൻസർ? നോ, ഇറ്റ് ഡസ് നോട്ട് സപ്പോർട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. വെദർ എ മോഡൽ ഓഫ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ക്യാൻ ബി implemented in Java? Yes, we can implement a model of multiple inheritance with the help of a class and an interface. അതെങ്ങനെയാണ്? അതിൻ്റെ എക്സാമ്പിൾ ആണ് ഇത്. ഒരു ഷേപ്പ് ക്ലാസ് എഴുതുക, അതിനകത്ത് റേഡിയസ് ഞാൻ പറഞ്ഞു, അതിൻ്റെ അത് 2 ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു, ഗെറ്റ് റേഡിയസും സെറ്റ് റേഡിയസും. ദെൻ ഇൻ്റർഫേസ് ഞാൻ പറഞ്ഞു, അതിനകത്ത് പൈ എന്ന് പറഞ്ഞൊരു വേരിയബിളും ഉണ്ട്, ഏരിയയും പെരിമീറ്ററും ഉണ്ട്. ദെൻ സർക്കിളിൻ്റെ അകത്ത് ഞാൻ എന്ത് എഴുതി? വിച്ച് എക്സ്റ്റെൻഡ് ഷേപ്പ് ആൻഡ് ഇംപ്ലിമെന്റ്സ് ഷേപ്പ് ഇന്റർഫേസ്. ഷേപ്പ് ഇന്റർഫേസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതിനകത്തുള്ള 2 അബ്സ്ട്രാക്ട് ഫംഗ്ഷനും ഞാൻ എന്ത് ചെയ്തിരിക്കണം? ഡിഫൈൻ ചെയ്തിരിക്കണം. സോ അത് രണ്ടും ഞാൻ ഡിഫൈൻ ചെയ്തു. ദെൻ ഞാൻ എന്ത് ചെയ്തു? സർക്കിളിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. സർക്കിളിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ റേഡിയസിനെ സെറ്റ് ചെയ്തു, 10 ആയിട്ട് പാസ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഏരിയയും പെരിമീറ്ററും ഫംഗ്ഷൻ കോൾ ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഏരിയ ഓഫ് സർക്കിളും കിട്ടി, പെരിമീറ്റർ ഓഫ് സർക്കിളും കിട്ടി. അപ്പോൾ ഇന്നത്തെ ഒരു അസൈൻമെന്റ് നിങ്ങളൊന്ന് വീട്ടിൽ ഇരുന്നൊന്ന് ചെയ്തു നോക്കുക. ദാറ്റ് ഈസ്, ഞാനിവിടെ സർക്കിൾ അല്ലേ കണ്ടുപിടിച്ചത്, അതിന് പകരം റെക്റ്റാങ്കിൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ക്വയർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഡിഫറൻസ് എന്താണ്? സ്ക്വയർ ആണ് എന്നുണ്ടെങ്കിൽ ഞാനിവിടെ റേഡിയസിന് പകരം എന്തെന്ന് പറഞ്ഞു കൊടുക്കുക? സൈഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ സെറ്റ് സൈഡ്, സെറ്റ് ഗെറ്റ് സൈഡും ചെയ്യുക, ഗെറ്റും സെറ്റും സൈഡ് ആക്കുക. ബാക്കി സെയിം ആണ്. എന്താണ്? ഇവിടെ ടെസ്റ്റിനകത്ത് സെറ്റ് സൈഡ് ഓഫ് 10 എന്ന് പറഞ്ഞു കൊടുക്കുക, സി ഡോട്ട് ഏരിയ. പിന്നെ ഏരിയ ഫംഗ്ഷനും മാറും. എന്താണ്? സ്ക്വയറിന്റെ ഏരിയ എന്താണ്? a × a. പെരിമീറ്റർ എന്താണ്? 4 × a. അത് മാത്രമാണ് മാറ്റമുള്ളത്. ഇനി അതേപോലെ റെക്റ്റാങ്കിൾ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് മാറ്റം വരും?
അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും ചെയ്യുക. ക്രിയേറ്റ് എ മോഡൽ ഓഫ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് യൂസിങ് ഷേപ്പ് ഇൻ ദ ഫേസ്, റെക്റ്റാങ്കിൾ ആൻഡ് സർക്കിൾ ക്ലാസ്.